അല്ല കുട്ടി നമ്മുടെ സ്കൂളിലെ അതെ സർ, ഞാൻ ടീച്ചറാ, അല്ലി. അത് പറ. കണ്ടപ്പോഴേ എനിക്ക് നല്ല മുഖപരിചയം തോന്നി. എന്താ അവിടെ നിന്ന് കളഞ്ഞത്? അയ്യോ സർ, ഞാൻ ഇവരുടെ കൂടെ വന്നതല്ല, വഴി കാണിച്ചു കൊടുക്കാൻ വന്നതേ ഉള്ളൂ. അത് ശരി, വഴികാട്ടിയായിരുന്നോ? ഈ കുട്ടി ഉണ്ടായിരുന്നത് കൊണ്ട് വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. നന്നായി. വാ, അകത്തോട്ട് വാ. അയ്യോ ഇല്ല സർ, ഞാൻ വേറൊരു കാര്യത്തിന് ഇറങ്ങിയതാ. ഏതായാലും ചടങ്ങ് നടക്കട്ടെ, ഞാൻ പോവാ. ഈ മുറ്റത്ത് വന്നിട്ട് അകത്ത് കയറാതെ പോവുകയോ? അത് പറ്റില്ല. വേണ്ട സർ, വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോ പുറമേക്കാരുള്ളത് ശരിയല്ലല്ലോ, അതുകൊണ്ടാ. ഇത് അങ്ങനെ ഒരു സ്വകാര്യ ചടങ്ങൊന്നും അല്ല മോളെ. എന്റെ മൂത്ത മോനൊരു കല്യാണാലോചന, അത്രേ ഉള്ളൂ. അല്ലെങ്കിലും മോള് പുറമേക്കാരിയൊന്നും അല്ലല്ലോ, നമ്മുടെ സ്കൂളിലെ ടീച്ചറല്ലേ. വന്നൊരു കാപ്പി കുടിച്ചിട്ട് പോയാ മതി. വാ മോളെ, അങ്ങന്ന് ഇത്ര കാര്യമായിട്ട് വിളിക്കുമ്പോ കേറാതെ പോണത് ശരിയാണോ? വാ. കൊച്ചമ്മേ, ഇവളിങ്ങനെ വഴി കാണിച്ചു കൂട്ടത്തിൽ കൂടിയതൊന്നും അല്ല. എന്തോ ചില മറിമായങ്ങൾ നമ്മൾ അറിയാതെ നടക്കുന്നുണ്ട് ഇവിടെ. ഇത്രയും നാൾ അവള് പുറത്താണല്ലോ എന്നുള്ള സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പതാ വീട്ടിനകത്തേക്കും കയറിയിരിക്കുന്നു. വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട്. വാ, ഇരിക്ക്. ഇരിക്കാം. ഇത്രയും നേരം ഒരേ ഇരിപ്പായിരുന്നു, ഇപ്പോഴാവുന്ന നടുവ് നിവർന്നു. ആർച്ച എവിടെ? കണ്ടില്ലല്ലോ. ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഗ്രഹനാഥൻ, വിഷ്ണുവിന്റെ ഭാര്യ ആർച്ച. ടീച്ചർ എന്താ ഇങ്ങനെ അകന്നു നിൽക്കുന്നത്? വാ, ഇരിക്ക്. ഞാനിവിടെ നിന്നോളാം സർ. ഇരിക്ക് ടീച്ചറെ. ഇനിയിപ്പോ ആദിത്യയുടെ കൂട്ടത്തിൽ കൂടാൻ മടിയാണെങ്കിൽ വേണ്ട, ഞങ്ങൾ ആദിത്യയുടെ കൂട്ടത്തിൽ കൂടാമല്ലോ. അല്ലേലും നമ്മുടെ സ്കൂളിലെ ടീച്ചർ നമ്മുടെ കൂടെ അല്ലേ നിൽക്കേണ്ടത്? അല്ലേ ടീച്ചറെ? ഇരിക്ക് ടീച്ചറെ. ഇപ്പോഴേ എങ്ങനെ മാറി നിന്നാലേ ദേവന്റെ കല്യാണം വരുമ്പോ എന്തായിരിക്കും സ്ഥിതി? നിങ്ങളുടെയൊക്കെ സഹകരണവും പ്രാർത്ഥനയും ഉണ്ടേലേ അവന്റെ കല്യാണം നടക്കും. ഇരിക്കേ.